ഹലോ ഗായ്സ്, നമുക്കിന്നൊന്ന് മാനന്തവാടി വരെ പോയാലോ? ഞാനും അമ്മും പിള്ളേരും ആയിക്കോട്ടനൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ആവശ്യത്തിന് പോയതല്ല, ഞാൻ അവൾക്ക് കൂട്ടുപോയതാ കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പോയത് നമ്മളെ തുമ്പിമോക്കൊരു ജലദോഷമുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പോയപ്പോൾ അവിടെ നമ്മളെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ പുൽക്കൂടും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഓരോരോ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെയൊക്കെ കാണിച്ചു കേട്ടോ. നമ്മൾ ആദ്യമോൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ പോയത് സെഞ്ചുറിയിലോട്ടായിരുന്നു കേട്ടോ. മായക്കുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് എന്നിട്ട് അങ്ങനെ നമ്മൾ അവിടേക്ക് വന്നതാണ്. കുറേ കളറൊക്കെ നോക്കി ഒന്നും നമുക്ക് അങ്ങ് സെറ്റായില്ല കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുമോനെ വീട്ടിൽ നിന്ന് ആരും കൂട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ എത്തൂല്ല വീട്ടിൽ. അതുകൊണ്ട് എന്താക്കി അവൻ സ്കൂളിൽ പോയി കൂട്ടിയിട്ട് വന്നു കേട്ടോ. കക്ഷിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകും എന്നുള്ള കാര്യം. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. എൻ്റെ കഥയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി വരുന്നുണ്ടേ. ഇന്നൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ, അത് വഴിയേ പറയാവേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ തുണി എടുക്കാനാണ് പോയത്. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നേ. ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ ഇവിടെ നടക്കുന്നത്. ഇന്ന് കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് കിച്ചുവിന് പറ്റിച്ചിട്ടാട്ടോ നമ്മൾ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ കിച്ചുവിന് PCM സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനോടുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടി ഞങ്ങളൊരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിയിട്ടോ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അല്ലേ നമുക്ക് വലുത്. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്കത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആദ്യമായിട്ട് അവൻ നേടുന്നൊരു സമ്മാനമല്ലേ. ഇപ്പോൾ എന്തൊക്കെയായാലും വലിയ എല്ലാവരും വിചാരിക്കുമ്പോൾ ഒരു സ്കോളർഷിപ്പ് നേടിയതിന് ഇത്രയൊക്കെ പറയാനുണ്ടോയെന്ന്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിതായിട്ട് ഇവനല്ലേ സ്കൂളിലൊക്കെ ആദ്യമായിട്ട് പോകുന്നതും ഒരു പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ മാർക്കൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സന്തോഷമല്ലേ. എന്തായാലും ഞങ്ങൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.